കൊച്ചി പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ നിന്നും കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമെന്ന് അറസ്റ്റിലായ മാതാവിന്റെ മൊഴി. മൃതദേഹം ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ അമ്മ വാതിലിൽ മുട്ടിയതോടെ ഭയന്ന യുവതി കുഞ്ഞിനെ പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് പുറത്തേക്ക് എറിഞ്ഞു. കൊലപാതകത്തിൽ യുവതിയുടെ ആൺസുഹൃത്തിന് പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇയാളെ ഇന്നലെ ചോദ്യം ചെയ്തു. യുവതി അതിജീവിതയാണെന്ന് പോലീസ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും യുവാവിനെതിരെ പരാതി ലഭിക്കാത്തതിനാൽ കേസെടുത്തിട്ടില്ല. ചികിത്സയിൽ തുടരുന്ന യുവതിയെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യും. യുവതി നേരത്തെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും സൂചനയുണ്ട്. എസ് ശ്യാംകുമാറും വിനീത വിജിയുമാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ശ്യാംകുമാറിലേക്ക്. ശ്യാം, ഈ തൃശ്ശൂരുള്ള യുവാവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷണങ്ങൾ പോലീസ് നടത്തി? അതിജീവിത എന്നിന്നലെ കമ്മീഷണർ പറയുന്നുണ്ടായിരുന്നു. അതല്ല സാഹചര്യം എന്നാണോ മനസ്സിലാകുന്നത്? വേണു, ഇന്നലെ കമ്മീഷണർ പറഞ്ഞത് ഈ കേസിൽ ഒരു പീഡനത്തിന്റെ സാഹചര്യം ഉണ്ട് എന്ന് സംശയിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ ഈ കേസിൽ പീഡനത്തിനിരയായതാണെങ്കിൽ ആ യുവതി അതിജീവിതയാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ യുവതിയുടെ പേരും മറ്റ് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ പെൺകുട്ടി ആ യുവാവിനെതിരായിട്ടൊരു പരാതി നൽകാനോ യുവാവിനെതിരായി മൊഴി നൽകാനോ തയ്യാറായിട്ടില്ല. പരസ്പരം ഒരു ബന്ധമുണ്ടായിരുന്നു, അതൊരു പ്രണയമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടുകൂടി യുവാവ് ബന്ധത്തിൽ നിന്നും പിന്മാറി. ഈ വിവരം വീട്ടിലറിയിക്കാൻ ഭയപ്പെട്ടു. പിന്നീടാണ് ഈ വിവരം വീട്ടിൽ അറിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർത്ത് അബോർഷൻ ഉൾപ്പെടെ ശ്രമിച്ചു. പക്ഷേ അതെല്ലാം ആ സമയം കഴിഞ്ഞിരുന്നു. ഇതിന് ശേഷമാണ് ഈ പ്രസവം ഉണ്ടാകുന്നതും കുട്ടിയെ കഴുത്തിഞ്ഞിരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത്. അത് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു. ഇതിനിടയിലാണ് ഈ കുട്ടിയെ പുറത്തേക്കെടുത്ത് എറിയുന്നത്. അങ്ങനെയാണ് പോലീസ് അന്വേഷണത്തിൽ ഈ യുവതിയിലേക്ക് എത്തുന്നത്. ആശുപത്രിയിൽ കഴിയുമ്പോഴും ഈ യുവാവിനെതിരായിട്ട് ഒരു പരാതി നൽകാനായിട്ട് ഈ പെൺകുട്ടി തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ഇന്നലെ ഈ യുവാവിനെ തൃശ്ശൂരിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും യുവാവിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോഴും ഇവരും തമ്മിലുള്ള പരസ്പര ബന്ധം, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധത്തെക്കുറിച്ച് യുവാവ് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ യുവാവിനെതിരെ പരാതിയില്ലാത്തതിനാൽ ഒരു കേസെടുക്കാൻ പോലീസിന് സാധിക്കില്ല. ഈ കുറ്റകൃത്യത്തിൽ യുവാവിന് നേരിട്ട് ബന്ധമില്ല എന്ന് പോലീസിന് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ യുവാവിനെ പോലീസ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. അതിനിടയിൽ കൊലപാതക കുറ്റത്തിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ യുവതിയെ മജിസ്ട്രേറ്റ് ഇന്ന് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യും. പോലീസ് ഇന്നലെ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകിയിരുന്നു. ഈ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്യും. ചികിത്സയിൽ കഴിയുന്നതിനാൽ ആശുപത്രിയിൽ തന്നെ ഈ പെൺകുട്ടി തുടരും. ആശുപത്രിയിൽ നിന്നും വിടുതൽ ലഭിച്ച ശേഷം പെൺകുട്ടിയെ കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റുകയും പിന്നീട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. FIR-ൽ നിലവിൽ കൊലപാതക കുറ്റം മാത്രമാണുള്ളത്. അതിന് പുറമേ മറ്റു വകുപ്പുകൾ, കൊച്ചുകുട്ടികളോടുള്ള അതിക്രമം, കൊലപാതകം, JJ ആക്ട്, അങ്ങനെ വിവിധ വകുപ്പുകൾ ഈ FIR-ൽ ഉൾപ്പെടുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ കേസിൽ ഈ പെൺകുട്ടി അതിജീവിത എന്ന ഒരു സ്റ്റാൻഡിൽ ഇനി നിൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. തന്നെ നിർബന്ധപൂർവ്വം പീഡിപ്പിച്ചത് ആണ് എന്നുള്ളൊരു മൊഴി പെൺകുട്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ആധാരം. ഏതായാലും ഈ കേസിൽ അന്വേഷണം ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണ്. വേണു, ശരി. വിനീത വിജിയും കൊച്ചിയിൽ നിന്ന് ചേരുന്നു അന്വേഷണത്തിന്റെ വിവരങ്ങളുമായി. വിനീത, എന്താണ് കമ്മീഷണർ പറഞ്ഞത്? കൂടാതെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വേണു, അല്പസമയം മുൻപാണ് കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടത്. ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ പെൺകുട്ടി പറഞ്ഞ മൊഴികളിൽ കുറച്ചുകൂടി അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ പെൺകുട്ടി ഇന്നലെ വെളിപ്പെടുത്തിയ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ കാര്യത്തിലും അന്വേഷണം അനിവാര്യമാണ്. അത്തരത്തിലേക്കുള്ള അന്വേഷണങ്ങൾ മാത്രം നടക്കുന്നതേ ഉള്ളൂ എന്നാണ് പോലീസ് പറഞ്ഞത്. മറ്റു കൂടുതലായി പുതിയ അപ്ഡേഷനുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പുതിയ നീക്കങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ന് കമ്മീഷണറുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പെൺകുട്ടി നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി പെൺകുട്ടിയെ റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ട് കൂടി ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും ഈ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടുകയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായുള്ള മറ്റ് ചോദ്യം ചെയ്യലിലേക്കുമൊക്കെ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുകയുള്ളൂ. നിലവിൽ ഈ പെൺകുട്ടി പറഞ്ഞ ഈ ആൺസുഹൃത്ത് അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയും ഈ പെൺകുട്ടിയെ ആശുപത്രിയിലും മറ്റും എത്തിയ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് അറിയുന്നത്.
അറിയാൻ കഴിയുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആ പെൺകുട്ടി പറഞ്ഞത് ഈ കുഞ്ഞിനെ താൻ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം 8 മണിയോടുകൂടി ഈ പെൺകുട്ടി താമസിക്കുന്ന മുറിയിൽ, ഈ ശുചിമുറിയിൽ വെച്ചായിരുന്നു ഈ പ്രസവം നടന്നത്. അതിനുശേഷം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. കുഞ്ഞിന്റെ കഴുത്തിൽ ഷോൾ കെട്ടി മുറുക്കുന്നു. ഒപ്പം തന്നെ വായിൽ തുണി തിരുകുന്നു. ഇങ്ങനെ ഈ പെൺകുട്ടി ചെയ്തുവെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ അമ്മ എത്തി ഡോറിൽ മുട്ടിയതോടുകൂടി താൻ പരിഭ്രാന്തയായി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നും ഈ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ഇതിനെ തുടർന്നാണ് പെട്ടെന്ന് കിട്ടിയ ആമസോണിന്റെ പാഴ്സൽ കവറിൽ കുഞ്ഞിനെ ആക്കുകയും തുടർന്ന് ഫ്ളാറ്റിൽ നിന്ന് ഈ കുഞ്ഞിനെ പുറത്തേക്ക് എറിയുകയും ചെയ്യേണ്ടി വന്നതെന്നും പറയുന്നു. പെൺകുട്ടി ഇതിനു മുൻപ് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുകയാണ്. ഈ പെൺകുട്ടിയുടെ മൊഴിയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും അന്വേഷണ സംഘം വാങ്ങിയിട്ടുണ്ട്. ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും കൂടുതൽ പരിശോധനകളും നടത്തി വരികയാണ്. എന്താണെങ്കിലും പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത് ആശുപത്രിയിൽ. ഈ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ നൽകുന്ന റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുക. നിലവിൽ ഈ കൊലപാതകത്തിൽ പെൺകുട്ടിക്ക് മാത്രമാണ് പങ്കെന്നാണ് പോലീസ് പറയുന്നത്. ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നിലവിൽ ഈ അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ പെൺകുട്ടി സൂചിപ്പിക്കുന്ന ആൺസുഹൃത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം ഈ ഘട്ടത്തിൽ അനിവാര്യമാണെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പെൺകുട്ടിയുടേത് അതിജീവിത എന്ന പോലീസ് ഇന്നലെ വിശദീകരിച്ച നിലയിൽ നിന്ന് മാറുകയാണ് കാര്യങ്ങൾ. കൊലപാതകവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയിലേക്ക് മാത്രമായി അന്വേഷണം കേന്ദ്രീകരിക്കുന്നു. വിനീത വിജിയും എസ് ശ്യാംകുമാറുമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.